അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ F&F Edu-funലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലത്തിന്റെ കാൽക്കുലേഷൻസ് കൂടുതലായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സിമ്പിളായി സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. സയന്റിഫിക് കാൽക്കുലേറ്ററിൽ എങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യാം എന്നുള്ളത് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അഡ്വാൻസ് മെക്കാനിക്സ് സോളിഡ്സ് എക്സാമിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അഡ്വാൻസ് മെക്കാനിക്സ് സോളിഡ്സ് പഠിക്കുന്നവർ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു 3 തിയറീസിന്റെ പേര് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് സൂചിപ്പിച്ച് തരുന്നതായിരിക്കും. അതെന്തായാലും അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഏത് പ്രോബ്ലം കിട്ടിയാലും ആദ്യം ചെയ്യേണ്ടത് ആ പ്രോബ്ലം നല്ല വൃത്തിക്ക് വായിക്കുക, എന്നിട്ട് ഗിവൺ ആയിട്ടുള്ള തന്ന കാര്യങ്ങൾ നല്ല വൃത്തിക്ക് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രോബ്ലം എന്ന് പറയുന്നത്, വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രെയിം റെഫറൻസ് OXYZ the following state of stress exists. Determine the principal stresses and their associated direction. Also check the invariance of I1, I2, I3 and a state of stress is given. ഇവിടെ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അറ്റ് എ പോയിന്റ് തന്നിട്ടുണ്ട് ഒരു മെട്രിക്സ് ഫോർമുല ആയിട്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ചില ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആ ഇക്വേഷൻസിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഈ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എന്താണ് പ്രിൻസിപ്പൽ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കും, അതിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും, എന്താണ് ഇൻവാരിയൻസ്, അതിന്റെ ഒക്കെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് എന്നുള്ളതിലേക്ക് കടക്കുകയാണ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെസ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിലുള്ള സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എങ്ങനെ ഡിനോട്ട് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. TOIJ എന്ന് പറയുന്ന ഒരു സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ മെട്രിക്സ് ആക്കി എഴുതാം? ഫസ്റ്റ് വൺ സിഗ്മ എക്സ്, സെക്കൻഡ് വൺ TOXY, TOZX, TOXY, സിഗ്മ വൈ, TOYZ, TOZX, TOYZ, സിഗ്മ Z. ഇത് എഴുതാൻ ഒരു നല്ല എളുപ്പ വഴിയുണ്ട്. ഇതിങ്ങനെ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് വൺ ഇത് കണ്ടാൽ തിരിയല്ലോ, സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ Z. ഓക്കെ, അപ്പൊ ഇവിടെ സിഗ്മ എക്സ്, നെക്സ്റ്റ് TOXY, ദെൻ TOXZ. ഫസ്റ്റ് വൺ എല്ലാത്തിന്റെയും എക്സ് ആണ് ഫസ്റ്റ് വരുന്നത്. ഇത് TOZX എഴുതുന്നതിന് പകരം TOXZ എഴുതാൻ പറ്റും, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, സിമിലർലി നെക്സ്റ്റ് വൺ TOYX, സിഗ്മ വൈ, TOYZ, then TOZX, TOZY, സിഗ്മ Z. അവിടെ TOZYക്ക് പകരം TOYZ ആണുള്ളത്. കാരണം ഇവിടെ TOYZ ഉണ്ട്, അത് രണ്ടും സെയിം ആയിരിക്കും. എപ്പോഴും TOYZും TOZYയും ഈക്വൽ ആയിരിക്കും, TOZXും TOXZും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒന്ന് മാത്രം യൂസ് ചെയ്യുക. ഇവിടെ TOXZ എഴുതിയാൽ ഇവിടെയും TOXZ എഴുതും. ഇവിടെ TOZX ആണെങ്കിൽ ഇവിടെ TOZXZ ആണ് ശരിക്കും വരുക. അത് TOZX ആയിട്ടും എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഈ TOIJ എന്ന് പറയുന്ന സ്ട്രെസ് അറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഓർമ്മിക്കാൻ പറ്റുന്നതാണ് സ്ട്രെസ് അറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടേം ആണ് സ്ട്രെസ് ഇൻവാരിയൻസ് അല്ലെങ്കിൽ I1, I2, I3 എന്ന് പറയുന്ന 3 ടേം. അത് ഇറ്റ് ഈസ് ഗിവൺ ബൈ, ആൻഡ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ I1 ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ Z. ഈ 3 ടേം ആഡ് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് ആ മെട്രിക്സ് കിട്ടിയാൽ ആ മെട്രിക്സിലൂടെ 3 ടേം ആഡ് ചെയ്താൽ നമുക്ക് I1 കിട്ടും. ദെൻ I2 എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. I2 ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ പ്ലസ് സിഗ്മ വൈ ഇൻറ്റു സിഗ്മ Z പ്ലസ് സിഗ്മ Z ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് TOXY സ്ക്വയർ മൈനസ് TOZX സ്ക്വയർ മൈനസ് TOYZ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ 6 ടേം ഉള്ളത്. സിഗ്മ എക്സും സിഗ്മ വൈയും സിഗ്മ സെറ്റും TOXYയും TOZXും TOYZും ടോട്ടൽ 6 ടേം. മറ്റേ 3 ടേംസ് രണ്ടും സെയിം ആണ്. ഓക്കെ, അതാണ് I2 എന്ന് പറയുന്നത്. സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ പ്ലസ് സിഗ്മ വൈ ഇൻറ്റു സിഗ്മ Z പ്ലസ് സിഗ്മ Z ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് TOXY സ്ക്വയർ മൈനസ് TOZX സ്ക്വയർ മൈനസ് TOYZ സ്ക്വയർ. അത് ഏത് ഓർഡർ ആയാലും പ്രശ്നമില്ല. ഓക്കെ, ദെൻ I3 എന്ന് പറയുന്നത് ഇത് ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്, ഈ മെട്രിക്സ് എന്താണോ അതിന്റെ ഡിറ്റർമിനന്റ് എടുത്താൽ എന്ത് കിട്ടും? I3 കിട്ടും. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ അറിയായിരിക്കും. ഡിറ്റർമിനന്റ് ചെയ്യാൻ ഫസ്റ്റ് സിഗ്മ എക്സ് ഇൻറ്റു അതിന്റെ റോവും കോളം ഡിലൈറ്റ് ആക്കുക. സിഗ്മ എക്സിന്റെ റോ ഇതാണ്, കോളം ഇതാണ്. അപ്പൊ സിഗ്മ എക്സിന്റെ അത് രണ്ടും ഡിലൈറ്റ് ആക്കിയ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഇൻറ്റു സിഗ്മ Z മൈനസ് TOYZ ഇൻറ്റു TOYZ ബ്രാക്കറ്റിൽ. ദെൻ മൈനസ് TOXY ഇൻറ്റു അതിന്റെ റോം കോളം ഡിലൈറ്റ് ആക്കുക. മൈനസ് TOXY ഇൻറ്റു ബ്രാക്കറ്റിൽ TOXY ഇൻറ്റു സിഗ്മ Z മൈനസ് TOYZ ഇൻറ്റു TOZX. ദെൻ പ്ലസ് TOZX അതിന്റെ റോ കോളം ഡിലൈറ്റ് ആക്കുക. ദെൻ TOZX ഇൻറ്റു ബ്രാക്കറ്റിൽ TOXY ഇൻറ്റു TOYZ മൈനസ് സിഗ്മ വൈ ഇൻറ്റു TOZX എന്ന് കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത് I3 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്സ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് വേണ്ടത് എങ്ങനെ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കും. പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ സിഗ്മയും
ടോ എന്ന് പറയുന്ന ഡിഫറൻസ് എന്ന് വെച്ചാൽ സിഗ്മ എന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ് ആണ്, ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ്. അപ്പം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത് അവിടെ എന്ത് മാത്രമേ ഉണ്ടാവും, നോർമൽ സ്ട്രെസ് മാത്രമേ ഉണ്ടാവും, ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. അങ്ങനെയുള്ള പ്ലെയിനിൽ അല്ലെങ്കിൽ ആ പ്ലെയിനിലുള്ള സ്ട്രെസ്സിനെയാണ് പറയുന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ മതി. ആ ഇക്വേഷൻ ആണ് സിഗ്മ ക്യൂബ് മൈനസ് I1 സിഗ്മ സ്ക്വയർ പ്ലസ് I2 സിഗ്മ മൈനസ് I3 ഈക്വൽ ടു 0 എന്ന് പറയും. അത് സിമ്പിൾ ആയിട്ട് ഓർമ്മിക്കാൻ പറ്റുന്നതാണ്. സിഗ്മ ക്യൂബ് മൈനസ് I1 സിഗ്മ സ്ക്വയർ പ്ലസ് I2 സിഗ്മ മൈനസ് I3 ഈക്വൽ ടു 0. ഈ I1 I2 I3 എന്ന് പറയുന്നത് മുമ്പിൽ പറഞ്ഞ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് തൊട്ട് മുമ്പ് പറഞ്ഞ ഇക്വേഷൻസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണല്ലേ. സിഗ്മ ക്യൂബ് മൈനസ് I1 സിഗ്മ സ്ക്വയർ പ്ലസ് I2 സിഗ്മ മൈനസ് I3 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇത് സയന്റിഫിക് കാൽക്കുലേറ്റർ വഴി സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 3 സിഗ്മ കിട്ടും. സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 എന്ന് പറയുന്ന കിട്ടും. ഇതാണ് പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കുന്നത് അതിന്റെ ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന്റെ അത് കണ്ടുപിടിക്കാൻ ഒരു 3 സെറ്റ്സ് ഓഫ് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ഡയറക്ഷനും കിട്ടും പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെ. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കാൻ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഏത് സ്ട്രെസ് ഓർമ്മ മതി, സ്ട്രെസ് അറ്റ് എ പോയിന്റ് എന്നുള്ള അതിന്റെ ഓരോ ടേം ഓർമ്മ വന്നാൽ മതി. കണ്ടോ, സിഗ്മ എക്സ് മൈനസ് സിഗ്മ, ഈ സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെഡ് അതിന്റെ കൂടെ ഒരു മൈനസ് സിഗ്മ വരുമെന്ന് ഓർമ്മിച്ച് നോക്കുക. സിഗ്മ എക്സ് മൈനസ് സിഗ്മ ഇൻറ്റു എൻ എക്സ്, ഒരു എൻ എക്സ് കൂടുതൽ വന്നു, പ്ലസ് ടോ എക്സ് വൈ. ആ സ്ട്രെസ് അറ്റ് പോയിന്റിലെ രണ്ടാമത്തെ ടേം ആണ് എന്ത് പറയുന്നത്, ടോ എക്സ് വൈ എന്ന് പറയുന്നത്. ടോ എക്സ് വൈ ഇൻറ്റു എൻ വൈ പ്ലസ് ടോ എക്സ് സെഡ് ഇൻറ്റു എൻ സെഡ് ഈക്വൽ ടു 0. ദെൻ രണ്ടാമത്തെ റോയിൽ ആ ടോ ഐ ജെ എന്ന് പറയുന്ന മെട്രിക്സിന്റെ രണ്ടാമത്തെ ടേമിലെ ഫസ്റ്റ് ടേം ആണ് ടോ എക്സ് വൈ. അതിന്റെ കൂടെ ടോ എക്സ് വൈ ഇൻറ്റു എൻ എക്സ് പ്ലസ് സിഗ്മ വൈ മൈനസ് സിഗ്മ ഇൻറ്റു എൻ വൈ പ്ലസ് ടോ വൈ സെഡ് ഇൻറ്റു എൻ സെഡ് ഈക്വൽ ടു 0. സിമിലർലി തേർഡ് റോയിലെ ഫസ്റ്റ് ടേം ടോ എക്സ് സെഡ് ഇൻറ്റു എൻ എക്സ്, സെക്കൻഡ് ടേം ടോ വൈ സെഡ് ഇൻറ്റു എൻ വൈ, തേർഡ് ടേം സിഗ്മ സെഡ് മൈനസ് സിഗ്മ എക്സ്ട്രാ വരുന്നതാണ് സിഗ്മ സെഡ് മൈനസ് സിഗ്മ ഇൻറ്റു എൻ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇതിങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ നമുക്ക് ഈ 3 ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റും. ആ ബൈ ഹാർട്ട് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എൻ എക്സും എൻ വൈയും എൻ സെഡും കണ്ടുപിടിക്കാം. ഈ എൻ എക്സ് എൻ വൈ എൻ സെഡ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇതിൽ ഏതെല്ലാം നമുക്കറിയാം, സിഗ്മ എക്സ് ടോ എക്സ് വൈ ടോ എക്സ് സെഡ്, ടോ എക്സ് വൈ സിഗ്മ വൈ ടോ വൈ സെഡ്, ടോ എക്സ് സെഡ് ടോ വൈ സെഡ് സിഗ്മ സെഡ്. ഈ വാല്യൂ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. ടോ ഐ ജെ എന്ന് പറയുന്ന സ്ട്രെസ് അറ്റ് പോയിന്റ് തന്നിട്ടുണ്ട്. ഈ സിഗ്മ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, സിഗ്മ എന്ന് പറയുന്ന വാല്യൂ ഫസ്റ്റ് നമ്മൾ ഏത് വാല്യൂ കൊടുക്കണം, സിഗ്മ 1 കൊടുക്കണം. സിഗ്മക്ക് പകരം സിഗ്മ 1 കൊടുക്കുക. സിഗ്മ 1 കൊടുത്ത സമയത്ത് നമുക്ക് ഒരു എൻ എക്സും എൻ വൈയും എൻ സെഡും സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ സോൾവ് ചെയ്യുക, ഇവിടെ ആകെ അൺനോൺ ആയിട്ടുള്ള ഏതെല്ലാം, എൻ എക്സും എൻ വൈയും എൻ സെഡും മാത്രമാണ് അൺനോൺ. ബട്ട് നമുക്ക് അത് എൻ എക്സ് എൻ വൈ എൻ സെഡ് ഉള്ള 3 ഇക്വേഷൻസ് ഉണ്ട്. 3 അൺനോൺ 3 ഇക്വേഷൻ സയന്റിഫിക് കാൽക്കുലേറ്റർ വഴി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ANX പ്ലസ് BNY പ്ലസ് CNZ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഈക്വൽ ടു D എന്ന് പറയുന്ന ഒരു ഫോമിലുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സിഗ്മ 1 എൻ എക്സ് എൻ വൈ എൻ സെഡ് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ സിഗ്മ 2 കൊടുക്കുക. ഈ സിഗ്മക്ക് പകരം സിഗ്മ 2 കൊടുത്താൽ നമുക്ക് എൻ എക്സ് എൻ വൈ എൻ സെഡ് കിട്ടും. സിമിലർലി സിഗ്മ 1 ഇങ്ങനെ എൻ എക്സ് എൻ വൈ സെഡ് കണ്ടുപിടിച്ചു. സിമിലർലി സിഗ്മ 2 കൊടുക്കുക സിഗ്മക്ക്, അപ്പൊ എൻ എക്സ് എൻ വൈ എൻ സെഡ് കിട്ടും. നെക്സ്റ്റ് സിഗ്മക്ക് സിഗ്മ 3 കൊടുക്കുക, എൻ എക്സ് അതിന് ഒരു സെറ്റ് ഓഫ് എൻ എക്സ് എൻ വൈ എൻ സെഡ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു ചെക്ക് ഇൻവാരിയൻസ് ചെക്ക് ചെയ്യണം. അതിന് ഇൻവാരിയൻസ് I1 I2 I3ക്ക് പുതിയ 3 ഇക്വേഷൻസ് ഉണ്ട് യൂസിങ് പ്രിൻസിപ്പൽ സ്ട്രെസ്. നമ്മൾ സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. അത് യൂസ് ചെയ്തിട്ട് I1 I2 I3 വീണ്ടും റീകാൽക്കുലേറ്റ് ചെയ്യും. I1 എന്ന് പറഞ്ഞാൽ സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3, I2 എന്ന് പറയുന്നത് സിഗ്മ 1 ഇൻറ്റു സിഗ്മ 2 പ്ലസ് സിഗ്മ 2 ഇൻറ്റു സിഗ്മ 3 പ്ലസ് സിഗ്മ 3 ഇൻറ്റു സിഗ്മ 1 ആണ്. ദെൻ I3 എന്ന് പറയുന്നത് സിഗ്മ 1 ഇൻറ്റു സിഗ്മ 2 ഇൻറ്റു സിഗ്മ 3. ഈ ഇക്വേഷൻസ് ഒക്കെ പെട്ടെന്ന് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഇക്വേഷൻസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് I1 I2 I3 എന്ന് പറയുന്ന വീണ്ടും ഒരു വാല്യൂ കിട്ടും. ഈ I1 ഉം I2 ഉം I3യും ആദ്യം കണ്ടുപിടിച്ച I1 ഉം I2 I3ക്കും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതാണ് ചെക്കിംഗ് ഓഫ് ഇൻവാരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ കടക്കാം. പ്രോബ്ലം എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് I1 I2 I3 ചെക്കിംഗ് ഇൻവാരിയൻസ് കണ്ടുപിടിക്കണം, പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കണം, അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രോബ്ലത്തിൽ നമുക്ക് തന്നത്. ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ്, ആകെ ടോ ഐ ജെ എന്ന് പറയുന്ന സ്ട്രെസ് അറ്റ് എ പോയിന്റ് മാത്രം തന്നിട്ടുണ്ട്. അപ്പൊ ഈ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ മെട്രിക്സിൽ, സിഗ്മ എക്സ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ടോ വൈ എക്സ് അല്ലെങ്കിൽ ടോ എക്സ് വൈ ആയിരിക്കും. ഇത് ടോ എക്സ് സെഡ് അല്ലെങ്കിൽ ടോ സെഡ് എക്സ് ആയിരിക്കും. സിമിലർലി ഇതെന്ന് പറയുന്നത് ടോ വൈ എക്സ് അല്ലെങ്കിൽ ടോ എക്സ് വൈ ആയിരിക്കും. ഇത് സിഗ്മ വൈ, ഇത് ടോ വൈ സെഡ് അല്ലെങ്കിൽ ടോ സെഡ് വൈ, ഇത് ടോ സെഡ് എക്സ് അല്ലെങ്കിൽ ടോ എക്സ് സെഡ്, ഇത് ടോ സെഡ് വൈ അല്ലെങ്കിൽ ടോ വൈ സെഡ്, ദിസ് വൺ സിഗ്മ സെഡ്. അപ്പൊ നമ്മൾ ഈ ഗിവൺ ഡാറ്റാസ്, ഈ മെട്രിക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡാറ്റാസ്
sigma x equal to 1, tau xy equal to 2, tau zx equal to 1, sigma y equal to 1, tau yz equal to 1, sigma z equal to 1. ആ മാട്രിക്സ് ഗിവൺ ഡാറ്റാസ് എഴുതി വെച്ചു. ദെൻ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? I1 കണ്ടുപിടിക്കണം, I2 കണ്ടുപിടിക്കണം, I3 കണ്ടുപിടിക്കണം. I1ന്റെ ഇക്വേഷൻ എന്തായിരുന്നു? I1 ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് എന്ന് പറയുന്ന ഇക്വേഷൻ. ആ ഇക്വേഷൻ സിഗ്മ എക്സിന്റെയും സിഗ്മ വൈന്റെയും സിഗ്മ സെഡിന്റെ ഒക്കെ വാല്യൂ ഇവിടെ ഉണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I1 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ I2ന്റെ ഇക്വേഷൻ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ പ്ലസ് സിഗ്മ വൈ ഇൻറ്റു സിഗ്മ സെഡ് പ്ലസ് സിഗ്മ സെഡ് ഇൻറ്റു സിഗ്മ എക്സ്. ഈ ഇക്വേഷനിലും ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ I3 ഡിറ്റർമിനന്റ്, ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്, അതിലൊക്കെ സിഗ്മ എക്സിന്റെയും ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് I1, I2, I3 കിട്ടും. അങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുന്ന ആൻസർ മാത്രം ചെയ്യുന്നു, കാൽക്കുലേഷൻ ഇവിടെ ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി. ഓരോ വാല്യൂസ് അടിച്ചു കൊടുത്താൽ I1, I2, I3 കിട്ടും. അപ്പൊ I1 3 ആണ്, I2ന്റെ -3, I3 -1. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ ഇതേ വാല്യൂസ് കിട്ടും ഇംവാരൻസിന്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇംവാരൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു ക്യൂബിക് ഇക്വേഷൻ അല്ലേ? ഏതായിരുന്നു ഇക്വേഷൻ? സിഗ്മ ക്യൂബ് മൈനസ് I1 സിഗ്മ സ്ക്വയർ പ്ലസ് I2 സിഗ്മ മൈനസ് I3 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. അതിൽ I1, I2, I3ന്റെ വാല്യൂസ് നമ്മളിപ്പോൾ മുകളിൽ കണ്ടുപിടിച്ചു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് സിഗ്മ ക്യൂബ് മൈനസ് 3 സിഗ്മ സ്ക്വയർ മൈനസ് 3 സിഗ്മ പ്ലസ് 1. ജസ്റ്റ് I1, I2, I3ക്കുള്ള വാല്യൂയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ക്യൂബിക് ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സിഗ്മക്ക് 3 വാല്യൂസ് കിട്ടും. That values are sigma 1 equal to -1, sigma 2 equal to 2 plus root 3, sigma 3 equal to 2 minus root 3. ഇതിൽ 2 plus root 3 ചില സമയം ചില കാൽക്കുലേറ്ററിൽ പോയിന്റ് വൈസ് ആയിട്ടാണ് വരിക, 1.3 പോയിന്റ് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല, എന്താണോ കിട്ടുന്നത് ആ വാല്യൂ എഴുതുക. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് സിഗ്മ ക്യൂബ് മൈനസ് 3 സിഗ്മ സ്ക്വയർ മൈനസ് 3 സിഗ്മ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്താണോ കിട്ടുന്നത് 3 വാല്യൂസ് എന്തായാലും കിട്ടും. ആ 3 വാല്യൂസ് ഇവിടെ എഴുതി കൊടുക്കുക. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. സിഗ്മ 1ന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് -1 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സ്ട്രെസിന്റെ ഡയറക്ഷൻ NX, NY, NZ കണ്ടുപിടിക്കണം. സിഗ്മ 2 എന്ന് പറയുന്ന 2 plus root 3ന്റെ എന്ത് കണ്ടുപിടിക്കണം? NX, NY, NZ കണ്ടുപിടിക്കണം. സിഗ്മ 3ന്റെ അതിൽ നമുക്ക് 3 സെറ്റ്സ് ഓഫ് ഇക്വേഷൻ ഉണ്ട് അല്ലെ? സിഗ്മ എക്സ് മൈനസ് സിഗ്മ ഇൻറ്റു NX പ്ലസ് ടോ എക്സ് വൈ ഇൻറ്റു NY പ്ലസ് ടോ XZ ഇൻറ്റു NZ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് ഇല്ലേ? ലേക്ക് കിടക്കാം. This is the equation. Sigma x minus sigma into NX plus tau xy into NY, tau XZ into NZ equal to 0. Tau xy into NX plus sigma y minus sigma into NY, tau yz into NZ equal to 0. Tau xz into NX plus tau yz into NY plus sigma z minus sigma into NZ equal to 0 എന്നുള്ള ഈക്വേഷൻസിൽ sigma x, tau xy, tau xz, tau xy, sigma y, tau yz ഇതിന്റെ ഒക്കെ വാല്യൂസ് നമുക്കറിയാം, ഗിവൺ ഡാറ്റാസ് ആണ്. ഈ സിഗ്മക്ക് പകരം ഫസ്റ്റ് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? സിഗ്മ 1ന്റെ വാല്യൂ, ദാറ്റ് ഇസ് -1 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഏതെല്ലാം അൺനോൺ ആയിട്ടുള്ള ഏത് മാത്രമേ ഉള്ളൂ? NX-ഉം NY-യും NZ-ഉം. 3 അൺനോൺ, 3 ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും കാൽക്കുലേറ്ററിൽ. അപ്പോൾ നമുക്ക് NX-നും NY-ക്കും NZ-നും ഓരോ വാല്യൂസ് കിട്ടും. സിമിലർലി then we will get 3 equation, 3 unknown, we will get NX, NY, NZ. ഇത് സോൾവ് ചെയ്താൽ NX, NY, NZ കിട്ടും. നെക്സ്റ്റ് സിഗ്മ, ഈ സിഗ്മക്ക് പകരം ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 2 plus root 3 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് NX, NY, NZ പുതിയൊരു സെറ്റ് ഓഫ് NX, NY, NZ കിട്ടും. നെക്സ്റ്റ് സിഗ്മക്ക് പകരം 2 minus root 3 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടുത്തെ സിഗ്മക്ക് പകരം 2 minus root 3 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 minus root 3 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് മൂന്നാമതൊരു 3 സെറ്റ് ഓഫ് ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്താൽ വീണ്ടും NX, NY, NZ കിട്ടും. ദാറ്റ് ഈസ് 3 സെറ്റ്സ് ഓഫ് NX, NY and NZ നമുക്ക് കിട്ടും. For sigma 1 equal to -1 ന് ഒരു NX, NY, NZ, sigma 2 equal to 2 plus root 3 ക്ക് ഒരു NX, NY, NZ, sigma 3 equal to 2 minus root 3 ക്ക് ഒരു NX, NY, NZ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ചെക്കിംഗ് ഓഫ് ദ ഇംബാരിയൻസിൽ നമുക്ക് അറിയാം I1ന്റെ പുതിയ ഇക്വേഷൻ I1 equal to sigma 1 plus sigma 2 plus sigma 3, I2 equal to sigma 1 into sigma 2 plus sigma 2 into sigma 3 plus sigma 3 into sigma 1, I3 equal to ഇവിടെ sigma 1 ആണ്, I3 equal to sigma 1 into sigma 2 into sigma 3 എന്ന് പറയുന്നത്. ഇക്വേഷൻ sigma 1 ഉം sigma 2 ഉം sigma 3 നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. I1, I2, I3 അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. കാൽക്കുലേറ്റർ ചെയ്യുക. ആ ഇക്വേഷൻ sigma 1 sigma 2 sigma വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I1, I2, I3 കിട്ടും. അപ്പോൾ I1, I2, I3 എന്ന് പറയുന്നത് I1 equal to 3, I2 equal to -3, I3 equal to -1 കിട്ടും. ഇതേ വാല്യൂസ് തന്നെയായിരുന്നു നമുക്ക് ഫസ്റ്റ് കിട്ടിയതും അല്ലേ? അപ്പം നമുക്ക് പറയാൻ പറ്റും ഇംബാലൻസ് ചെക്കിംഗ് ആണ്, മീൻസ് കറക്റ്റ് ആണ്, വ്യത്യാസം വരുന്നില്ല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ
ചെക്കിംഗ് ഓഫ് ഇൻവാരിയൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യേണ്ടത്. ഇത്രയും ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെച്ചാൽ, ഈ ബേസിക് ആയുള്ള ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഏത് ടൈപ്പ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻവാരിയൻസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം വരാം, സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് വന്നിട്ട് പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ മാത്രമുള്ള പ്രോബ്ലം വരാം, അങ്ങനെയൊക്കെ വരാൻ പറ്റും. ഓക്കെ, അപ്പം ബേസിക്സ് ആയിട്ട് ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക, പ്രോബ്ലം ചെയ്യേണ്ട മെത്തേഡും പഠിച്ചു വെക്കുക. കാൽക്കുലേഷൻസ് അറിയാത്തവരുണ്ടെങ്കിൽ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ എങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യാം എന്നുള്ളത് വേറൊരു വീഡിയോയിൽ നമ്മൾ F&F Edu-fun നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അഡ്വാൻസ് മെക്കാനിക്സ് സോളിഡ് എക്സാമിന് പോകുന്ന സമയത്ത് എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു 3 തിയറം ഞാൻ പറയാമെന്നുള്ളത്. ആ 3 തിയറം ഏതെല്ലാതെന്ന് ചോദിച്ചാൽ, യൂണിക്നെസ് തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അതിന്റെ തിയറാണ്, എങ്ങനെയാണത് യൂണിക്നെസ് തിയറം എന്ന് പറയുന്ന തിയറം. ദെൻ ജനറലൈസ്ഡ് ഹുക്സ് ലോ, ദെൻ സൈൻമനൻസ് എഫക്റ്റ്. ഈ 3 തിയറം എന്തായാലും പഠിച്ചിട്ട് പോവുക. ഇതിൽ 1 or 2 എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡിലോ അല്ല വേറെ ഏതെങ്കിലോ എവിടെയെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. AMOS അഡ്വാൻസ് മെക്കാനിക്സ് സോളിഡ് ഈ വീഡിയോ ആവശ്യമുള്ള സപ്ലൈ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. F&F Edu-fun ഇതുപോലുള്ള വീഡിയോയ്ക്കായി നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.